ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ടത്തിലെ പയർ കൃഷിയുടെ വിളവെടുപ്പാണിന്ന്. ആ കാഴ്ചയിലേക്ക് പോകാം. വായോ വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ 2 ആഴ്ച മുന്നേ പന്തലിട്ട് കൊടുത്ത പയറാണ്. പന്തലിട്ട് കൊടുത്ത് വള്ളിയെല്ലാം പടത്തി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വള്ളി കെട്ടി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൽ പയറുണ്ടായി. ആദ്യം ഒരു ട്രിപ്പ് പയർ പറിച്ചു. അപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് ഞങ്ങളിപ്പോൾ പയർ പറിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണിക്കാമെന്ന് കരുതി എടുത്താണ്. കണ്ടോ, അത് ചുമന്ന പയറാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അത് വിളഞ്ഞ് നോക്കി പയർ പറിക്കാൻ വന്നതാണ്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ പണിക്കാരനുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ ആ പയറിൻ്റെ ചോട്ടിലെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു. കണ്ടോ, ഞങ്ങൾ വിളഞ്ഞ് നോക്കി പയർ അതെല്ലാം പറിച്ചെടുത്തു. 8 മൂട് പയറോളം ഉണ്ടായിരുന്നു. ചുമന്ന പയറാണ്, നല്ല ടേസ്റ്റാണ് പയറിന് തോരൻ വെച്ചാൽ. കണ്ടത്തിൽ അവിടെ ചെത്താൻ ആളുണ്ടായിരുന്നു. ഒരു സൈഡ് വാഴച്ചോടെല്ലാം വൃത്തിയാക്കുമായിരുന്നു. ഞാൻ ഓരോ സൈഡിൽ നിന്നും പയർ വിളഞ്ഞത് നോക്കി പറിച്ചെടുത്തു. വലിയ പയർ നോക്കി വിളഞ്ഞത് നോക്കി പറിച്ചെടുക്കാം. എല്ലാം കുറച്ചൊക്കെ താഴെയാണ് നിൽക്കുന്നത്. എല്ലാം പറിച്ചെടുക്കണം. പകുതിയും നിലത്താണ് ഉണ്ടായി കിടക്കുന്നത്. ഓരോന്നും ഞങ്ങൾ പറിച്ചെടുത്തു. എൻ്റെ കൂടെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരൂടാണ് ഇറങ്ങി കണ്ടെത്തി പോയത്. പയറ് കൃഷിക്ക് 2 വളം ചെയ്തതാണ്. ഇപ്പോൾ ഉണക്കായതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അത് 2 ദിവസം കൂടി ഇരിക്കുമ്പോഴേ ഒഴിക്കത്തുള്ളൂ. രണ്ടു ദിവസത്തിന് പണിക്കാരനുള്ളതുകൊണ്ട് പണിക്കാരൻ തന്നെ അത് ചോട്ടിൽ വെള്ളം ഒഴിച്ചോളും. പിന്നെ ഇടയ്ക്ക് നമ്മൾ പോയി നോക്കണം. തവണ പയറിന് വളം ചെയ്തതാണ്. കൃഷി ഭയങ്കര ഇഷ്ടമാണ്. കൃഷി ചെയ്യുന്നതും
കൃഷിക്ക് ആവശ്യമായിട്ട് ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. കണ്ടത്തിൻ്റെ നടുക്ക് തന്നെ ഒരു പാത്തിയുണ്ട്, ആ പാത്തി വെള്ളമുണ്ട്. ആ വെള്ളം എടുത്ത് പയറിൻ്റെ ചോട്ടിലെല്ലാം കൊണ്ടൊഴിക്കും. വാഴയ്ക്കാണേലും അവിടുന്ന് എടുത്ത് വെള്ളം ഒഴിക്കാൻ പറ്റും. കണ്ടത്തിൽ ഉറവയുണ്ട്. വാഴയുടെ ചുറ്റുവട്ടം എല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു സൈഡ് പകുതി ഭാഗം മാത്രം വാഴയുടെ പോച്ചയെല്ലാം ചെത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങേ കണ്ടത്തിൻ്റെ സൈഡും കൂടെ ചെത്താനുണ്ട്. അവിടെയും വാഴ നിൽപ്പുണ്ട്. ഒരു സൈഡ് മാത്രമേ ചെത്തിയുള്ളൂ. കണ്ടോ ഏത്തവാഴയുടെ നിൽക്കുന്നത് വളം ചെയ്തതാണ്. അതിൻ്റെ ചോട് കഴിഞ്ഞ ദിവസം ചെത്തി കൊടുത്തായിരുന്നു. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള പോച്ചകളെല്ലാം ചെത്തണം. കാടുകളുണ്ട്, അതെല്ലാം പറിച്ചു മാറ്റണം. ഇന്ന് പണിക്കാരൻ പകുതി സ്ഥലത്തെ വൃത്തിയാക്കിയിട്ടുണ്ട്. നാളെ പണിക്കാരനുണ്ട്. നാളെ ഞായറാഴ്ചയാണല്ലോ, തിങ്കളാഴ്ചയുണ്ട് പണിക്കാരൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷി.